പണ്ടേ ആർട്ടും ക്രാഫ്റ്റും മാത്രം ചെയ്യാൻ വേണ്ടി തുടങ്ങിയ പേജായിരുന്നു എൻ്റേത്. പിന്നെ ഒരു കുക്കിംഗ് വീഡിയോ റീച്ച് കിട്ടിയപ്പോൾ പിന്നെ ഫുള്ള് കുക്കിംഗ് ആയി. ഇപ്പോൾ തോന്നി അങ്ങനെയൊന്നും ആയാൽ പറ്റില്ലല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്രാഫ്റ്റ് ചെയ്താലോ എന്ന്. സോ വെൽക്കം ടു ചാനൽ സീരീസ് പാർട്ട് 3. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബക്കറ്റ് ലിസ്റ്റാണ്. നമ്മളെല്ലാവരുടെ ലൈഫിലും ഇല്ലേ ഒരുപാട് ആഗ്രഹങ്ങൾ, നമുക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ, കഴിക്കാൻ ഇഷ്ടമുള്ള ഫുഡ്, ചെയ്യാൻ ആഗ്രഹിക്കുന്ന അഡ്വെഞ്ചേഴ്സ്, അങ്ങനെ നീണ്ടു നിവർന്നൊരു വലിയൊരു ബക്കറ്റ് ലിസ്റ്റ്. അധികം പേരും അത് മനസ്സിലാണ് സൂക്ഷിക്കൽ. നമുക്ക് ഇന്നത് വിഷ്വലി റെപ്രസെൻ്റ് ചെയ്യാം. ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ബക്കറ്റ് തന്നെയാണല്ലേ. സോ പാറ്റേൺ പേപ്പർ വെച്ചിട്ടാണ് ഈ ചെറിയൊരു ബക്കറ്റ് ഞാൻ ഉണ്ടാക്കിയത്. നമുക്ക് ലാസ്റ്റ് പേപ്പറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടൊരു ചെറിയ സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഈ ബക്കറ്റ് ഇവിടെ ഉണ്ടാക്കിയത്. ഇത് കട്ട് ചെയ്ത പാറ്റേൺ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് നമുക്ക് നമ്മളെ ബക്കറ്റ് നമ്മളെ ജേർണലിൽ ഒട്ടിച്ച് വെക്കാം. ഇത് കുറച്ച് കട്ടിയുള്ള പാറ്റേൺ പേപ്പർ ആയതുകൊണ്ട് തന്നെ സ്റ്റിക്ക് ചെയ്യാൻ കുറച്ച് പണിയായിരുന്നു. സോ ഞാൻ ബുക്ക് കുറച്ച് നേരം അടച്ചു വെച്ചു. നമുക്ക് ബാക്കിയുള്ള പണിയിലോട്ട് നോക്കാം. അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബോ ഉണ്ടാക്കുന്നുണ്ട്. ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. നമ്മളെ ബക്കറ്റിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഒരു ചെറിയ പേളും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബക്കറ്റ് ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് ലേബൽ ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതോടുകൂടി ബക്കറ്റ് ലിസ്റ്റിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് നോക്കാം. ഈ പേജ് ഫുള്ളൊരു പിങ്ക് തീമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ പണി വളി. ഈ കളർ പേപ്പർ കട്ടി കുറവായതുകൊണ്ടേ ഗ്ലൂ തേച്ച് ആകെ ക്രമ്പിൾഡ് പോലായി. പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാനത് തന്നെ ഒട്ടിക്കുകയാണ് ചെയ്തത്. പിന്നെ ഡോളി പേപ്പർ ഹാഫായി കട്ട് ചെയ്തിട്ട് മേലെയും താഴെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ പിങ്ക് മാർക്കർ ഉപയോഗിച്ച് ചെറിയ ചെറിയ ഹാർട്ട്സ് എല്ലായിടത്തും ഒന്ന് വരച്ചു കൊടുത്തു. അത്രയേ ഉള്ളൂ. അങ്ങനെ ഈ പേജും കംപ്ലീറ്റ് ആയി. പിന്നെ ബക്കറ്റ് ലിസ്റ്റിൻ്റെ പേജ് എന്തോ ഒന്ന് മിസ്സിങ് തോന്നിയപ്പോൾ ഒരു ചെറിയ വൈറ്റ് ബോയും കൂടി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് മെയിൻ പരിപാടി. ബക്കറ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതിയോ? അതിലിടാൻ വേണ്ടി ലിസ്റ്റും കൂടി വേണ്ടേ? അപ്പം നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ചെറിയൊരു പേപ്പർ കട്ട് ചെയ്തിട്ട് ഒക്കെ അതിൽ എഴുതി വയ്ക്കുക. ഇനിയിപ്പോൾ എന്താ, നമ്മൾ എഴുതി വെച്ച ലിസ്റ്റ് നമ്മൾ ബക്കറ്റിലോട്ട് ഇട്ട് വയ്ക്കുക. അതിൽ നമ്മൾ അച്ചീവ് ചെയ്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ പേജിൽ ഒട്ടിച്ച് വെക്കാം. അങ്ങനെ ഓരോന്ന് അച്ചീവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ച് നമുക്ക് ആ പേജ് കവർ ചെയ്യാം. അങ്ങനെ എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റ് എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.